നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നീണ്ടുനിന്ന പ്രചാരണങ്ങൾക്കും നാടകങ്ങൾക്കും ശേഷം ജനപ്രതിനിധിയെ തീരുമാനിക്കാൻ പാലക്കാട് ഇന്ന് പോളിംഗ് ബൂത്തിലെത്തി. രാവിലെ മുതൽ നീണ്ട ക്യൂവിനിടയിൽ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ വോട്ട് ചെയ്ത് മടങ്ങിയപ്പോൾ LDF സ്ഥാനാർത്ഥി P സരിന് രാവിലെ വോട്ട് ചെയ്യാതെ മടങ്ങേണ്ടി വന്നു. LDF സ്ഥാനാർത്ഥി P സരിൻ വോട്ട് ചെയ്യാനെത്തിയ പാലക്കാട് 83-ാം നമ്പർ ബൂത്തിൽ സാങ്കേതിക പ്രശ്നമുണ്ടായതിനെ തുടർന്നാണ് സരിൻ വോട്ട് ചെയ്യാതെ മടങ്ങിയത്. VVPAT-ൽ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് പോളിംഗ് 1 മണിക്കൂർ വൈകി. സരിൻ വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. VVPAT ഡിസ്പ്ലേയിലെ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചതിനെ തുടർന്ന് വോട്ടെടുപ്പ് ആരംഭിച്ചു. ഇതോടെ 184 ബൂത്തുകളിലും പോളിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ 7 മണിക്ക് തന്നെ പോളിംഗ് ബൂത്തുകളിലെല്ലാം നീണ്ട നിരയാണ് കാണപ്പെട്ടത്. പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ രാവിലെ തന്നെ വോട്ട് ചെയ്തു. വിവാദങ്ങളൊന്നും BJPയെ ബാധിക്കില്ലെന്നും വികസനത്തിനായി ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റിനെതിരെ ഉയർന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്നും അദ്ദേഹം നിശ്ചയിച്ച ബൂത്തിൽ വോട്ട് ചെയ്യുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. പരസ്യ വിവാദം BJPക്ക് ഗുണകരമാകുമെന്നും ന്യൂനപക്ഷ വിഭാഗം BJPക്കൊപ്പം നിൽക്കുമെന്നും മുനമ്പം വിഷയവും പാലക്കാട്ടെ ചർച്ചയാണെന്നും പറഞ്ഞു. അതേസമയം രാഹുൽ മാങ്കൂട്ടം വൻ വിജയം നേടുമെന്ന് MP ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. LDFന് ഏറ്റവും നല്ല ചിഹ്നം ബുമറാങ് ആയിരുന്നെന്ന് പരിഹസിക്കാനും ഷാഫി മറന്നില്ല. പാലക്കാടിന്റെ മണ്ണും മനസ്സും രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പമാണെന്നും നല്ല ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിക്കുമെന്നും ഷാഫി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. LDFന് പത്രപരസ്യം ഉൾപ്പെടെ എല്ലാ വിവാദങ്ങളും തിരിച്ചടിയായി. LDFന് പത്രപരസ്യം ഉൾപ്പെടെ എല്ലാ വിവാദങ്ങളും തിരിച്ചടിയായെന്നും ഷാഫി കൂട്ടിച്ചേർത്തു. 3 പഞ്ചായത്തിലും നഗരസഭയിലെ ലീഡ് നേടി ജയിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളല്ല ചർച്ചയായതെന്ന കാര്യത്തിൽ പരിഭവമുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. സന്ദീപ് വാര്യർ ഒരു രാത്രി കൊണ്ട് സ്ഥാനാർത്ഥിയാകാൻ വന്നതായിരുന്നുവെങ്കിൽ കൈ കൊടുക്കില്ലായിരുന്നുവെന്നും പറഞ്ഞു. ഇരട്ട വോട്ട് തടയുമെന്ന് പറയുന്നത് സംഘർഷമുണ്ടാക്കാൻ വേണ്ടിയാണ്. പരസ്യ വിഷയത്തിൽ CPM നിലപാട് തട്ടിപ്പാണ്. സന്ദീപ് വാര്യർക്കെതിരെ പരസ്യം കൊടുത്തവർ എന്തുകൊണ്ട് സുരേന്ദ്രന്റെ നിലപാടിനെ കുറിച്ച് പരസ്യം കൊടുക്കുന്നില്ലെന്നും ചോദിച്ചു. എന്തുകൊണ്ടാണ് BJP സ്ഥാനാർത്ഥിയുടെ നിലപാടിന് എതിരെ പരസ്യം കൊടുത്തില്ല? ഒരു വോട്ട് RSSന് കുറയുമ്പോൾ മതേതര മൂല്യമുള്ള പ്രസ്ഥാനം സന്തോഷിക്കുക അല്ലേ വേണ്ടതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. RSSൽ നിന്ന് ഒരാൾ കൊഴിഞ്ഞാൽ അവരുടെ തന്നെ സഹോദര സംഘടന കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയിൽ നിൽക്കണമെന്നാണ് CPMന്റെ ആഗ്രഹമെന്നും വിമർശിച്ചു.